ഹായ്, ഇറ്റ്സ് മീ സൗമ്യ. ഇന്ന് നമുക്ക് നമ്മൾ മെയിനായിട്ടുള്ള 3 കാർഡിയാക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ഫസ്റ്റ് വൺ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, സെക്കൻഡ് വൺ ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് തേർഡ് വൺ ACE ഇൻഹിബിറ്റേഴ്സ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഈസ് എ നെഗറ്റീവ് ആനോട്രോപിക് ഡ്രഗ്. നെഗറ്റീവ് ആനോട്രോപിക് എഫക്റ്റ് ഉള്ളൊരു ഡ്രഗാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. വാട്ട് ഈസ് നെഗറ്റീവ് ആനോട്രോപിക്സ് മീൻസ് ഇറ്റ് ഡിക്രീസ് ദ കാർഡിയാക് കൺട്രാക്ടിലിറ്റി ആൻഡ് കോസ് smooth muscle relaxation, decrease the cardiac workload and it decrease the demand of oxygen. കാൽഷ്യം ചാനൽ ബ്ലോക്കർ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി കുറച്ച് ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറച്ച് ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് അംലോഡിപ്പിൻ, ഡെൽറ്റിയാസം ആൻഡ് വെറാപാമിൽ. യൂഷ്വലി നമ്മൾ ഓർക്കാനായിട്ട് പറയും ഓൾ ദ ഡിപ്പിൻ ഡ്രഗ്സ് are coming under this calcium channel blockers. Main uses include hypertension, angina, arrhythmia. Side effects include constipation, headache and peripheral edema. ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്. ബ്രാഡിക്കാർഡിയ, ഹൈപ്പർടെൻഷൻ, റിഫ്ലക്സ് ടക്കിക്കാർഡിയ, ഹെഡേക്ക്, ഡിസിനസ്, ഫെറ്റീഗ്, പെരിഫറൽ എഡിമ, കോൺസ്റ്റിപ്പേഷൻ, ഫ്ലഷിങ് ഓഫ് സ്കിൻ, ചേഞ്ചസ് ഇൻ ദ ലിവർ ആൻഡ് കിഡ്നി ഫങ്ഷൻസ്, ഇതെല്ലാം തന്നെ അഡ്വേഴ്സ് എഫക്റ്റാണ്. അതിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ നമ്മൾ വേറെ ഡ്രഗിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന 3 സൈഡ് എഫക്ട്സ് ആണ് കോൺസ്റ്റിപ്പേഷൻ, ഹെഡേക്ക് ആൻഡ് പെരിഫറൽ എഡിമ. ഓക്കെ, ഇനി 2 നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് നമ്മളത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസിന് ചോദിക്കും. ഒന്ന്, വി ഷുഡ് അഡ്വൈസ് ദ പേഷ്യൻറ്റ് ടു അവോയ്ഡ് ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഇൻടേക്ക് because this grapefruit juice contains an enzyme CYP3A4 which increases the drug level which leads to drug toxicity. Second one, gingival hyperplasia. This drug can cause gingival hyperplasia, so we should emphasize the patient to maintain a good oral hygiene. അപ്പോൾ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് വൺ, ബീറ്റ ബ്ലോക്കർ. ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് വെച്ചാൽ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ഇൻഹിബിറ്റ് ഇൻ റെസ്പോൺസ് ടു ബീറ്റ അഡ്രിനർജിക് സ്റ്റിമുലേഷൻ. അതായത് ബീറ്റ അഡ്രിനർജിക് സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ഹോർമോൺസാണ് കാറ്റക്കൊലാമൈൻ, എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ്, BP കുറയ്ക്കുന്നു, ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുന്നു, ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കുന്നു. അപ്പോൾ ഈ കാറ്റക്കൊലാമിൻ്റെ, എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ്റെ റിലീസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗാണ് ബീറ്റ ബ്ലോക്കർ. അത് വേർഡും തന്നെ നമുക്ക് ഓർത്തിരിക്കാം, ബീറ്റ ബ്ലോക്കർ. ഈ ഡ്രഗിന് എക്സാമ്പിളാണ് മെറ്റബോലോൾ, അറ്റനലോൾ ആൻഡ് കാർബിഡിലോൾ. ഇത് കൂടാണ്ട് തന്നെ ലാബിറ്റലോൾ ഉണ്ട്, മെസോപ്രലോൾ ഉണ്ട്, എസ്മലോൾ ഉണ്ട്. അപ്പോൾ എല്ലാ LOL അവസാനിക്കുന്ന ഡ്രഗും കമ്മിങ് അണ്ടർ ബീറ്റ ബ്ലോക്കർ. ഞാൻ ഓർക്കാനായിട്ട് ഓർത്തെന്ന് വെച്ചാൽ ബീറ്റാലോൾ, LOL, ബീറ്റാലോൾ, ബീറ്റ ബ്ലോക്കർ, അങ്ങനെയാണ് ഞാൻ ഓർത്തിരുന്നത്. ഇനി മെയിൻ ഇൻഡിക്കേഷൻസ് ഇൻക്ലൂഡ് ഹൈപ്പർടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ ആൻഡ് അറിത്മിയ. ഹൈപ്പർടെൻഷൻ, heart failure and arrhythmia are the main uses of this beta blocker. Main side effects include bradycardia, fatigue and bronchospasm. ഇതിനകത്തുള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ആസ്മ പേഷ്യൻസിൽ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് അവോയ്ഡ് ചെയ്യണം. കാരണം ബീറ്റ ബ്ലോക്കേഴ്സ് കോസ് ബ്രോങ്കോസ്പാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ്മാറ്റിക് അറ്റാക്കിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഡിസ്നിയ ക്യാൻ വേഴ്സ്. So, the asthma patient should avoid the intake of beta blocker. The nursing consideration, ഒന്ന് വെച്ചാൽ we should monitor the heart rate and blood pressure regularly. ഗ്രാജുവൽ ഡോസ് ടൈട്രേഷൻ ഇസ് ഓഫൺ നെസസറി. അതായത് ചില സമയത്ത് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് റേറ്റ് കുറവാണ്, BP കുറവാണ് ദാൻ റിക്വയർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡ്രഗ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പം ബിഫോർ ഗീവിങ് ദിസ് ഡ്രഗ് ഓൾവേസ് ചെക്ക് ദ ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ്. അങ്ങനെ ഇപ്പോൾ ഹാർട്ട് റേറ്റ്, BP കുറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും ഈ ഡ്രഗ് ഇപ്പോൾ ആക്ച്വൽ ഡോസിൽ നിന്ന് പകുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡോസ് ടൈട്രേഷൻ ചില സമയത്ത് ആവശ്യമായിട്ട് വരും. സോ വി ഷുഡ് ചെക്ക് ദ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ ബിഫോർ ഗിവിങ് ദിസ് ഡ്രഗ്. ഒന്ന്, ഈ നെക്സ്റ്റ് വൺ, ദിസ് ഡ്രഗ് ക്യാൻ മാസ്ക് ദ ഹൈപ്പോഗ്ലൈസീമിയ സിംറ്റംസ്. ഡയബറ്റിക് പേഷ്യൻസിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അത് ഡയബറ്റിക് പേഷ്യൻസ് ഹു ഇസ് ടേക്കിംഗ് ഇൻസുലിൻ ഓർ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്സ്, there is a risk for getting hypoglycemia too. Such patients should often very careful while taking this drug.
ബീറ്റാ ബ്ലോക്കർ. അതായത് ഹൈപ്പോഗ്ലൈസീമിയ സിംറ്റംസ് പോലത്തെ സിംറ്റംസ് തന്നെയാണ് ഈ ഡ്രഗിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ബ്രാഡിക്കാർഡിയ, ഫെറ്റീഗ്. അപ്പം ഇതെല്ലാം തന്നെ ഹൈപ്പോഗ്ലൈസീമിയയുടെ സിംറ്റമാണ്. സോ the patient who is taking beta blockers should regularly monitor the blood glucose level also. ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. നെക്സ്റ്റ് വൺ ACE ഇൻഹിബിറ്റർ. ACE ഇൻഹിബിറ്റേഴ്സിനകത്ത് മെയിനായിട്ടും അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് പ്രിവെൻറ്റ് ദ പെരിഫറൽ വാസോകൺസ്ട്രക്ഷൻ ബൈ ബ്ലോക്കിംഗ് ദ കൺവേർഷൻ ഓഫ് ആൻജിയോടെൻസിൻ 1 ടു ആൻജിയോടെൻസിൻ 2. അതായത് ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആകുന്ന ആ ഒരു പ്രോസസ്സിനെ പെരിഫറൽ വാസോ കൺസ്ട്രക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഡ്രഗാണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ആ പേരിൽ തന്നെ നമുക്ക് ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആകുന്ന ആ ഒരു പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗാണ് ACE ഇൻഹിബിറ്റേഴ്സ്. ഇത് മെയിനായിട്ടും പെരിഫറൽ വാസോ കൺസ്ട്രക്ഷൻ, അതായത് BP എന്ത് ചെയ്യുന്നത് കുറയ്ക്കുന്നു. വാസോ കൺസ്ട്രക്ഷൻ കൂടുമ്പോൾ BP കൂടുന്നു, വാസോ കൺസ്ട്രക്ഷൻ കുറയുമ്പോൾ BP കുറയുന്നു. അപ്പോൾ ACE ഇൻഹിബിറ്റർ BP കൺട്രോൾ ചെയ്യുന്നതിന് മെയിനായിട്ടുള്ളൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. ഓക്കെ, മെയിൻ എക്സാമ്പിൾസ് ഫോർ ദിസ് ACE ഇൻഹിബിറ്റേഴ്സ് ഇൻക്ലൂഡ് ലിസിനോപ്രിൽ, എൻലാപ്രിൽ, റാമിപ്രിൽ. അതായത് ഈ ഡ്രഗിൻ്റെ പേര് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാത്തിൻ്റെ അവസാനം ഒരു പ്രില്ലുണ്ട്. അപ്പോൾ പ്രില്ലിൽ അവസാനിക്കുന്ന ഡ്രഗ് എല്ലാം തന്നെ ACE ഇൻഹിബിറ്റേഴ്സ്. അത് നമുക്ക് ഓർത്തിരിക്കാം, എയ്സ്പ്രിൽ എന്ന് ഓർത്തിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കത് മറക്കത്തില്ല. മെയിൻ യൂസ് ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ ആൻഡ് ഡയബറ്റിക് നെഫ്രോപ്പതിയിലും നമ്മൾ ഈ ACE ഇൻഹിബിറ്റേഴ്സ് മെയിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ACE ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ആ പേഷ്യൻറ്റിന് പൊട്ടാസ്യം സപ്ലിമെൻറ്റിൻ്റെ അളവ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കാരണം ഈ ഒരു ഡ്രഗിൻ്റെ മെയിൻ ഒരു സൈഡ് എഫക്റ്റാണ് ഹൈപ്പർകലീമിയ. വേറൊന്നാണ് ആൻജിയോ എഡിമ. ബ്ലഡ് വെസൽസിന് എന്ത് ചെയ്യുന്നൊരു വീക്കം ഉണ്ടാകുന്നതാണ് ആൻജിയോ എഡിമ. നെക്സ്റ്റ് വൺ ഡ്രൈ കഫ്. ഇപ്പം ഇപ്പോൾ എൻവാസ് ഫോർ എക്സാമ്പിൾ ICU സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഈ ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻറ്റിന് യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള ഡ്രഗാണ് എൻലാപ്രിൽ ഓർ എൻവാസ്. ഈ എൻവാസ് എടുത്തതിന് ശേഷം ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ഒരു ഡ്രൈ കഫ് പോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ ഒരു ഡ്രഗിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഡ്രൈ കഫ്. പിന്നെ ആൻജിയോ എഡിമ ഉണ്ടാകാം, ഹൈപ്പർകലീമിയ ഉണ്ടാകും. അപ്പോൾ ഹൈപ്പർകലീമിയ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻ്റ് ACE ഇൻഹിബിറ്റേഴ്സ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ പൊട്ടാസ്യം സപ്ലിമെൻറ്റഡ് ഡയറ്റ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇനി നഴ്സിംഗ് കൺസിഡറേഷൻ ഇൻക്ലൂഡ് മോണിറ്റർ റീനൽ ഫംഗ്ഷൻ ആൻഡ് പൊട്ടാസ്യം ലെവൽ എസ്പെഷ്യലി വെൻ ഇനിഷ്യേറ്റിംഗ് തെറാപ്പി ഓർ ചേഞ്ചിങ് ഡോസസ്. അതായത് നമ്മളൊരു പേഷ്യൻറ്റിന് ഈ ACE ഇൻഹിബിറ്റർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് പേഷ്യൻറ്റിൻ്റെ കിഡ്നി ഫംഗ്ഷൻ അസസ് ചെയ്യുക. കാരണം ദർ ഇസ് ഹൈപ്പർകലീമിയ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് പേഷ്യൻറ്റിൻ്റെ കിഡ്നി ഫംഗ്ഷൻ അസസ് ചെയ്യുക, ഒന്ന് പൊട്ടാസ്യം ലെവൽ, സിറം ഇലക്ട്രോലൈറ്റിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ഒന്ന് ഒരു ACE ഇൻഹിബിറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ ഡോസ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ ഈ റീനൽ ഫംഗ്ഷനും ഇലക്ട്രോലൈറ്റും നോക്കിയിരിക്കണം, SCRF നോക്കണം. നെക്സ്റ്റ് സ്ട്രിക്ട്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് പ്രഗ്നൻസി ഡ്യൂ ടു റിസ്ക് ഓഫ് ഫീറ്റൽ ഹാം. സോ കൗൺസിൽ വിമൻ ഓഫ് ചൈൽഡ് ബിയറിങ് ഏജ്. അതായത് നമ്മൾ ഈ ചൈൽഡ് ബിയറിങ് ഏജിൽ ഈ ACE ഇൻഹിബിറ്റർ ഇപ്പോൾ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈൽഡ് ബിയറിങ് ഏജിലും ACE ഇൻഹിബിറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷനുണ്ട്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻറ്റിനോട് നമ്മൾ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കുക. കാരണം ഇതൊരു ഫീറ്റൽ ഹാം, ഫീറ്റസിന് ഡെത്ത് വരെ സംഭവിക്കുക അല്ലെങ്കിൽ ഫീറ്റസിന് വളരെയധികം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് പ്രഗ്നൻസിയിൽ ACE ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യുക എന്നാണ് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡ്രഗ്.